ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലൈബി. ഇത് എൻ്റെ അമ്മ ലൈല, എൻ്റെ സഹോദരൻ ലിബിന്, എൻ്റെ കുഞ്ഞ് ഇസഹാക്ക് എബ്രഹാം. ഞാൻ 2018 ഡിസംബറിലാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. ഒത്തിരി നന്മകൾ ഈശോ അമ്മ വഴി എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ആൾത്താരയിൽ പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു നിയോഗം സാധിച്ചത് ഞാൻ സാക്ഷ്യം പറയാതിരുന്നു. കാരണം അത് എൻ്റെ സഹോദരന് വേണ്ടിയുള്ളതായിരുന്നു. അവർ നാട്ടിലില്ല, വിദേശത്തായിരുന്നു. ഇപ്രാവശ്യം ലീവിന് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത്. അവർക്ക് വിവാഹം കഴിഞ്ഞ് 4 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇന്ന് എൻ്റെ ഉടമ്പടി തീരുകയാണല്ലോ, ഇതുവരെ എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് പരിശുദ്ധ അമ്മയോട് രാവിലത്തെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അപ്രതീക്ഷിതമായി എൻ്റെ സഹോദരൻ വിളിക്കുകയും അവൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് അവനോട് അങ്ങോട്ട് പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എങ്ങനെ അറിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു. അപ്പം അത് റിസൾട്ട് അവർ ഡോക്ടറെ കണ്ടു, അത് കൺഫേമായി, റിസൾട്ട് പോസിറ്റീവായിരുന്നു. ദൈവം അനുഗ്രഹീതമായ ഒരു ആൺകുഞ്ഞ് ഇസഹാക്ക് എബ്രഹാമിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിച്ചു. അവൻ്റെ ഡെലിവറിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നോർമൽ ഡെലിവറിക്ക് കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കോഡ് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നതായിട്ടും പെട്ടെന്ന് അവൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടതിൻ്റെ ഫലമായി അവർ പെട്ടെന്ന് സിസേറിയൻ സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു. ദൈവം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. എനിക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് പോലും എൻ്റെ സഹോദരൻ്റെ വിഷയം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ വെക്കുകയും എനിക്ക് അമ്മയെ അത് സാധിച്ചു തരികയും ചെയ്തതിൽ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ പരിശുദ്ധ അമ്മയിലും തിരുക്കുമാറിലും പ്രത്യാശ വെക്കുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ 10.5 വർഷമായി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുകയാണ്. എനിക്ക് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അതായത് ഞാൻ ജോയിൻ ചെയ്യുന്നൊരു 4 മാസം മുൻപ് വരെ അത് റെഗുലറായിട്ട് എല്ലാവർക്കും, പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് അവർ നിർത്തിവെച്ചിരുന്നു. പക്ഷേ എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തൊരു 4-5 വർഷത്തിന് ശേഷമാണ് ഞാൻ അതറിയുന്നത്. അന്ന് ഞാൻ ഓഫീസിൽ അവരെ സമീപിക്കുകയും അവരെൻ്റെ അതിനുള്ള ഡോക്യുമെൻറ്റ്സ്, എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും ഒരു 11 പ്രാവശ്യം ഞാൻ ഓഫീസ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇതുവരെ അത് നടന്നില്ല. ഒരു 2 മാസത്തിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഫിനാൻസ് സെക്ഷനിൽ കൊണ്ടിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉടമ്പടിയിൽ ഒരു കാര്യം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഫിനാൻസിൽ നിന്ന് ഞാൻ സാറിനെ കണ്ട് സാർ എൻ്റെ പറഞ്ഞു അതെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഫ്രീക്വൻ്റ്ലി ഹെൽത്ത് പ്രോബ്ലംസ് വരും. അതായത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പനി. എൻ്റെ കൂടുള്ളവർ പോലും പറയും, നൈറ്റ് കഴിഞ്ഞു ഇനി അവൾക്ക് പനി വരും. അത് ഞാൻ തന്നെ അങ്ങ് മടുത്തു പോയിരുന്നു. അതുപോലെ തന്നെ നൈറ്റ് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പകൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യും. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നൈറ്റിൻ്റെ സമയത്ത് റെസ്റ്റിംഗ് ടൈം ഉണ്ടെങ്കിൽ പോലും ആ സമയത്തും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ 15 മണിക്കൂർ വരെ കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. 3 hours ഷിഫ്റ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയത്തും എനിക്ക് റെസ്റ്റ് എടുക്കത്തില്ല. അങ്ങനെ 8 നൈറ്റ് വരെ കണ്ടിന്യൂസ്ലി ഞാൻ 15 hours ചെയ്തിട്ട് പോലും ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായൊരു മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഹൈപ്പോ തൈറോയിഡിസം, ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. എന്നോട് റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്തില്ല. ഓരോ സമയത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഞാനൊന്ന് വീണ് എൻ്റെ കൈ ഫ്രാക്ചറായി. സർജറി ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. അപ്പം ബോൺ ലെങ്ത് പ്രോപ്പർ ആകത്തില്ല, എക്സ്ട്രാ കുറച്ചുകൂടെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ അറിയിച്ചു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർജറി സക്സസ്ഫുൾ ആകുകയും എൻ്റെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രോപ്പർ ആകുകയും ചെയ്തു. ഇത്രയേറെ നന്മകൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.
കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും എന്നാലാവും വിധം അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും കൃത്യമായി പത്രം വാങ്ങിക്കുകയും, ആദ്യമൊക്കെ എനിക്കത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ ഓരോരുത്തരോടും എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കും. ചിലർ നമ്മുടെ ഒരിക്കൽ ചോദിക്കും ഇതെന്താ ഇത്ര പ്രത്യേകത. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് യാതൊരുവിധ മെറിറ്റും ഇല്ല എങ്കിൽ നിങ്ങൾ പോവുക. അപ്പം നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഇല്ലാത്തപ്പോൾ നമുക്ക് ഏക ആശ്രയം അതാണ്. എൻ്റെ ജീവിതത്തിൽ അതാണ് എൻ്റെ അനുഭവം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പം ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കും. പക്ഷെ ഞാൻ എക്സ്ട്രാ ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് എനിക്കതിൻ്റെ ഒത്തിരി ഇരട്ടിയായിട്ട് അമ്മ എനിക്കത് തിരിച്ചു തരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നന്മകൾ എൻ്റെ കുടുംബത്തിൽ നൽകിയ അമ്മയ്ക്കും ഇനിയും പറയാത്ത ഒത്തിരി നന്മകളുണ്ട്, ചെറുതും വലുതുമായ. ഈശോയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഉടമ്പടിയിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മ കൃത്യമായി ഈശോയുടെ സ്വരം കേൾക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവവേദ്യമാകും. കാരണം ഈശോയുടെ മാമോദീസ സമയത്ത് സ്വർഗം തുറന്ന് ദൈവപിതാവ് കേൾപ്പിച്ചൊരു സ്വരമുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അവനെ ശ്രവിക്കുവൻ. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. ഉടമ്പടി ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയും പരിശുദ്ധ പിതാവും ദൈവപിതാവും നമ്മോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ലൈബിക്ക് ഈ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാത്തിരിക്കാനുള്ളൊരു വലിയ കൃപയാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, നാം കൊയ്തെടുക്കുന്ന വിളവുകളെ 3 തരത്തിൽ നമുക്ക് തരംതിരിക്കാം. 30 മേനി കൊയ്യുന്നവർ വിശ്വാസവും, 60 മേനി കൊയ്യുന്നവർ പ്രത്യാശയും, 100 മേനി കൊയ്യുന്നവർ സ്നേഹവുമാണെന്ന് ജോസഫ് അച്ഛൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കാം. ഉടമ്പടി ജീവിതത്തിലുള്ള ഒരു വലിയ സാമീപ്യം അതാണ്. പരിശുദ്ധാമ്മ നമ്മെ എപ്പോഴും പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കും. ഈ മകളുടെ ഒരു വലിയ വേദനകളിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം ഈശോയോടുള്ള വിശ്വസ്തത അല്പം പോലും കുറയാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ മകൾ സാക്ഷി സ്ഥിരീകരണ സമയത്ത് പറയുകയായിരുന്നു, ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രോമിസ് ചെയ്തിട്ടുള്ള എൻ്റെ സമ്പാദ്യത്തിൻ്റെ ദശാംശം ഞാൻ ലോൺ എടുത്തിട്ടായാലും ഒരു വലിയ എമൗണ്ട് ഓഫ് മണി ഈ മകൾ ദശാംശമായി ഈശോയ്ക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളത്. അതെല്ലാം ഈശോ വളരെ 10 മടങ്ങായി ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് സക്കേവുസിനോട് പറഞ്ഞ ഈശോ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഇടപെട്ട് നമുക്ക് വേണ്ടി സന്തോഷവും സമാധാനവും പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യവും നമുക്ക് നൽകി ഈശോ നമ്മെ കൃപകളാൽ നിറയ്ക്കുമെന്ന് നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.